ഹലോ ഗൈസ്, എല്ലാവർക്കും അർജുവേലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പടത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. അതായത് കണ്ണപ്പ എന്ന് പറയുന്ന ഒരു തെലുങ്ക് പടം, പാൻ ഇന്ത്യൻ പടമാണ്. അതൊരു സ്റ്റാർ കാസ്റ്റ് കൊണ്ട് വലിയൊരു പടമാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ DQ40 അടുത്ത മലയാളം പടത്തിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ടൈറ്റിൽ ആൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണം, എന്റെ അഭിപ്രായം പറയണം. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണപ്പ ടീസറിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്യുന്നില്ല. ഞാനത് കണ്ടതിന് ശേഷം ഞാൻ ടീസർ കണ്ട് ബോധിച്ച് കണ്ടതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് ടീസർ കണ്ടിട്ട് എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയില്ല. ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയൽ എന്നുള്ള ലെവലിലാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിൽ വരുന്ന ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് വരുന്ന ബിഗ് നെയിംസ്, ഇന്ത്യൻ സിനിമയിൽ തന്നെ ബിഗ് നെയിംസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ക്യാമിയോ ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് എന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. ഇന്നലെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ വലിയ നെയിംസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ നിരത്തി നിർത്തിക്കൊണ്ടൊരു പോസ്റ്റർ. ഇത്രയും വലിയ ആക്ടേഴ്സിനെ റിവീൽ ചെയ്യുന്ന ഒരു പോസ്റ്റർ ആകുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും എക്സ്പെക്ട് ചെയ്യത്തില്ലേ? ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരുടെ കൈ കൊടുത്ത് അവർ പിക്സാർട്ടിലൊക്കെ നല്ല കിടിലനായിട്ട് എഡിറ്റ് ചെയ്ത് തരും എന്ന രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇമാതിരി ഒരു പോസ്റ്റർ എന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ. അപ്പൊ എന്തായാലും ആ ഒരു ടീസറിലേക്ക് വന്നപ്പോഴത്തേക്കും വലിയ ക്വാളിറ്റി പോസ്റ്റർ പോലെ തന്നെയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളം ഡബിങ് ആണെങ്കിൽ അതിനെക്കാട്ടി ശോകം ടീസറിലെ എനിക്ക് വ്യക്തമായില്ല, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് വ്യക്തമായില്ല. അത്തരത്തിലാണ് മലയാളം ഡബിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമിയോ അപ്പിയറൻസ് വരുന്നുണ്ട്. ലാലേട്ടന്റെ ലുക്ക്, ഒരു ചെറിയ സീനും ആ ഒരു പോസ്റ്ററിലെ സംഭവം വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവർ ഈ കരിയൊക്കെ വാരി മുഖത്ത് തേച്ച് തരും എന്നുള്ള രീതി ഉണ്ടല്ലോ, അത്തരത്തിൽ ആരോ ഡിസൈൻ ചെയ്ത പോലെ ഒരു ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ലാലേട്ടനെ കുറിച്ചിട്ട് നമ്മുടെ തിലകൻ സാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ലാലേട്ടന്റെ ആ ഒരു വലിപ്പം, ഈ ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് പോലെ ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർഡവും ആ ഒരു വാല്യൂ ഒന്നും പുള്ളിക്ക് തന്നെ അറിയത്തില്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ. അറിയത്തില്ല എങ്ങനെ ആകുമെന്ന്. ഈ ലുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ലാലേട്ടനെ പോലെ ഉള്ളൊരു വലിയൊരു ആക്ടർ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചേരുന്ന രീതിയിൽ ആ ഒരു റോൾ കൊടുക്കുക എന്നുള്ളത് സംവിധായകന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം കണ്ടറിയണം. ആ ഒരു ലുക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിവേ എമ്പുറാനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം വരാതിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കള്ളിയടി, അതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടീസറിനകത്ത് പോസിറ്റീവ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കീടിലനായിട്ട് എവിടെ കൊണ്ടിട്ടാലും ആ ഒരു മാസ് സ്വാഗ്, ആ ഒരു ഔറയൊക്കെ തോന്നിക്കുന്ന ഒരു ആക്ടർ നമ്മുടെ പ്രഭാസ്. ടീസറിന്റെ അവസാനം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് നമ്മുടെ പ്രഭാസിന്റെ ആ ഒരു നോട്ടം, ലുക്ക് ആകുമ്പോ കീടിലം, ശരിക്കും കീടിലം. എവിടെ കൊണ്ടിട്ടാലും പുള്ളിക്ക് ആ ഒരു സ്ക്രീൻ പ്രസൻസ് വർക്കൗട്ട് ആകും എന്നുള്ളതാണ് കീടിലം. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ലുക്ക് പ്രഭാസിന്റെ ആണ്. പൊളിയുടെ അല്ലെ പ്രഭാസ് ഈ ഒരു ടീസറിനകത്ത് പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ ഈ ഒരു ടീസറിലെ ഏറ്റവും വലിയ പോസിറ്റീവ് അത് പ്രഭാസാണ്. നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. ടീസർ അത്ര ബോധിച്ചില്ല, പക്ഷേ പടം കാണും. ലാലേട്ടന് വേണ്ടിയിട്ടും പ്രഭാസിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഞാൻ കാണും. ഓക്കെ, അപ്പം അതാണ് പറയാനായിട്ടുള്ളത്. ലാലേട്ട ലുക്ക് കുറച്ച് കിടിലിനാക്കിക്കൂടായിരുന്നോ? ഓ എന്തോ. ഓക്കെ, അടുത്ത നമ്മുടെ DQ40 അടുത്ത മലയാളം പടം. നമ്മുടെ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളം പടത്തിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നിന്ന് നമ്മുടെ തെലുങ്കിൽ പോയി ലക്കി ഭാസ്കർ ഒക്കെ ചെയ്ത് 100 crore ക്ലബിലൊക്കെ എൻ്റർ ആയിട്ട് മലയാളത്തിലേക്ക് വീണ്ടും രാജകീയമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് DQവിൻ്റെ. അപ്പോൾ DQവിൻ്റെ ഒരു കീഴിലൻ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പേര് ഐ ആം ഗെയിം എന്നാണ് പടത്തിന്റെ. നഹാസ് ഹിദായത്ത്, നമ്മുടെ RDX സംവിധായകനായിട്ടുള്ള നഹാസ് ഹിദായത്താണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. എനിക്ക് പോസ്റ്റർ ഇഷ്ടപ്പെട്ടു. പേര് ഐ ആം ഗെയിം എന്നുള്ളതാണ്. അത് അവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും, സിനിമയുടെ കണ്ടന്റുമായിട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ആ മൊത്തത്തിൽ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെറുതായിട്ടൊന്ന് ഡീകോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഒരു കയ്യിൽ ഒരു കാർഡും മറ്റേ കയ്യിൽ ചെറുതായിട്ട് മുറിവും, അതേപോലെ അതിനകത്തൊരു ക്രിക്കറ്റ് ബോളിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇനി അതുമല്ല പലരും സോഷ്യൽ മീഡിയ വഴി പറയുന്നത് കണ്ടു മാജിക് റിലേറ്റഡ് ആണെന്ന്. അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പറയാം. ഈ ഒരു ഒറ്റ പോസ്റ്റർ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെയല്ലേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഐ ആം ഗെയിം എന്ന പേരും അതേപോലെ ഈ ഒരു പോസ്റ്ററും അതിനകത്ത് കൊടുത്തിട്ടുള്ള ചെറിയ നമുക്കൊരു ഡീകോഡ് ചെയ്തെടുക്കാനെന്ന വണ്ണോ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഡീറ്റെയിലിങ്ങും എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്, കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ക്രൂ, നമ്മുടെ നഹാസ് ഹിദായത്ത് ഡയറക്ടർ, ജെക്സ് ബിജോയ് മ്യൂസിക്, ശരിക്കും അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കിടിലനാണ്. ഞാൻ പുള്ളിയുടെ വക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്ന സിനിമ ജെക്സ് ബിജോയ് ആണ്
മ്യൂസിക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ആ പ്രൊജക്റ്റുകളെല്ലാം നോക്കി കാണുന്നത്. അതേപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടി, അതാണ് ഈ ഒരു സിനിമ ഐ ആം ഗെയിം.